വെഞ്ഞാറമൂടിലെ കൂട്ടക്കൊലപാതകം പ്രിയപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല. അത് പശ്ചാത്തലമാക്കി ഒരു സിനിമ വരുന്നു എന്ന രീതിയിലുള്ള കഥകൾ പ്രചരിക്കുന്നു. ഈ സിനിമയ്ക്കെതിരെ പരാതിയുമായി ഈ കൂട്ടക്കൊലയുടെ പ്രതി അഫാന്റെ പിതാവ് റഹീം ഹൈക്കോടതിയെ സമീപിച്ചു എന്നാണ് വാർത്ത. സിനിമയെക്കുറിച്ച് താൻ അറിഞ്ഞത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ. തൻ്റെയോ തൻ്റെ കുടുംബത്തിൻ്റെയോ അനുമതിയൊന്നും ഇവർ വാങ്ങിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ കേസിൻ്റെ വിചാരണ നടക്കുന്ന വേളയിൽ ഈ വിചാരണയെ ഇപ്പോൾ സിനിമ വന്നാൽ അത് സ്വാധീനിക്കും എന്നാണ് ഈ റഹീം കോടതിയിലെ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത്. അതിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്. വെഞ്ഞാറമൂട് സ്വദേശിയായ 23 വയസ്സുള്ള അഫാൻ എന്ന യുവാവ് സ്വന്തം കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 5 പേരെ കൊലപ്പെടുത്തിയിട്ട് ഈ 24-ാം തീയതി 1 വർഷം തികയുകയാണ്. ഇതിനിടെ കുടുംബത്തിൻ്റെ അനുമതിയില്ലാതെ ഈ വിഷയം ഒരു സിനിമയാകാൻ പോവുകയാണ്. ഇതിനെതിരെ റഹീം, അതായത് അഫാന്റെ പിതാവ് തന്നെ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ചേട്ടാ, ഈ സംഭവം നടന്നിട്ട് നമ്മുടെ കുടുംബത്തെ ആകെ തകർത്തിയ ഒരു സംഭവമാണ്. 1 വർഷം തികയുകയാണ്. ഇതിനിടെയാണ് കുടുംബത്തിൻ്റെ അനുമതിയില്ലാതെ ഈ കഥയാക്കിക്കൊണ്ട് ഒരു സിനിമ പുറത്തേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ലെങ്കിൽ ഇത് ഞാനൊരു സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിഞ്ഞതാണിത്. അപ്പോൾ ഞാൻ ഇട്ട ആളിനെ ആയിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം അറിഞ്ഞില്ല, ഇങ്ങനെ കിട്ടിയതാണ് ഞാൻ ഇട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ഞാൻ സംസാരിച്ചപ്പോൾ, ഞാനൊരു വക്കീലിനെ കാണുകയും വക്കീൽ മുഖാന്തരം സംസാരിച്ചപ്പോൾ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അവർ സോഷ്യൽ മീഡിയ ഇട്ടുന്നത് ഞങ്ങൾ വായിച്ചതും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ സംഭവമായി ആണ് ഈ സിനിമയാക്കി വെച്ചിരിക്കുന്നവർ. അതിനെതിരെയാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഹൈക്കോടതിയിലേക്ക് പോയി പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്? ഇത് എൻ്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവം എൻ്റെ മകനാൽ സംഭവിക്കപ്പെട്ടു പോയി. അതിന് ഒരു തിരക്കഥ ഉണ്ടാക്കി അവർ സിനിമയാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഫെബ്രുവരി 6-ാം തീയതി റിലീസ് ചെയ്യുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനെതിരെയാണ് ഞാൻ പോയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത് വെച്ചുകൊണ്ട് തങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഈ കഥയോട് കൂടിയാണോ ഇതിൻ്റെ പോസ്റ്ററൊക്കെ പ്രത്യക്ഷപ്പെട്ടത്? അങ്ങനെയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. വെഞ്ഞാറമൂട് സംഭവമായിട്ട് ഉള്ളൊരു കഥയാണെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിലേക്ക് പോയത്. ഇത് സംബന്ധിച്ച് ഈ സിനിമയുമായി ബന്ധപ്പെട്ടവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ആരും ഞാനായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഒരാളും ഞാനായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഇതുവരെ. ആർക്കൊക്കെ എതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത്? അത് സിനിമ പ്രൊഡ്യൂസർ, സംവിധായകൻ, ഇവർക്കെതിരെയാണ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തേക്കുന്നത്. ഇനി മുന്നോട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ്? നടപടി അഡ്വക്കേറ്റായിട്ട് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ ജീവിതമായിരുന്നത്. അത് വെച്ച് അവരിപ്പോൾ സിനിമ ആക്കേണ്ട ഒരു ആവശ്യം അവർക്കില്ല. കാരണം കേസ് ഒന്നും ആയിട്ടില്ല. വിചാരണ കൂടാതെ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. കേസിന് ഒന്നും ആയിട്ടില്ല. അപ്പം അതുപോലെ മനസ്സിലാക്കുകയാണ് അവർ സിനിമ പിടിച്ച് റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോഴും കോടതിയിൽ കേസ് നടക്കുന്ന ഒരു സംഭവത്തെയാണ് ഇങ്ങനെ സിനിമയാക്കി പുറത്തേക്ക് കൊണ്ടുവരുന്നതല്ലേ? അതെ. കേസ് കോടതിയിൽ പരിഗണിക്കുന്ന ഇതൊന്നും ആയിട്ടില്ല. ആ ഒരു സംഭവമാണ് അവർ സിനിമയാക്കി കൊണ്ടുവരാനിരിക്കുന്നത്. തൻ്റെ കുടുംബത്തെ തന്നെ തകർത്ത ഒരു സംഭവമാണ്. സ്വന്തം കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 5 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു സംഭവമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു അനുമതി പോലും ഇല്ലാതെയാണ് ഇപ്പോൾ അതൊരു സിനിമയാക്കാൻ പോകുന്നതാണ് കുടുംബത്തിൻ്റെ പരാതി. എന്തായാലും ഒരു സ്റ്റേ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഷൈജു ചാവശ്ശേരിക്കൊപ്പം ജിബിൻ ജെബി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.